ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസൈൻ എ ലീനിയർ ഫേസ് FIR ഹൈ പാസ് ഫിൽറ്റർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ തന്ന വീഡിയോനകത്ത് ലോ പാസ് ഫിൽറ്റർ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈ പാസ് ഫിൽറ്റർ. പക്ഷേ പടത്തിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള അതിന്റെ ഇൻഫർമേഷൻ ആണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കണത് HD of e raised to j omega equal to 1 for pi by 4 less than or omega less than pi equal to 0 for omega less than pi by 4. നമുക്കറിയാം. എന്നിട്ട് പിന്നെ ചോദിച്ചേക്കണേ ഫൈൻഡ് ദ വാല്യൂ ഓഫ് h of n for n is equal to 11, ഫൈൻഡ് h of z, യൂസ് റെക്ടാങ്കുലർ വിൻഡോ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്നിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണെന്നും നമ്മളോട് h of n കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ h of z കാണണം. അപ്പൊ ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് h of z ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് HD of e raised to j omega equal to 1 എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിനെ കടത്തിവിടും, ലോ ഫ്രീക്വൻസിയിൽ കടത്തിവിടത്തില്ല. അപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് -π to π ആണ്. അപ്പൊ -π to π ആണ് ഡിജിറ്റൽ ഫ്രീക്വൻസിയുടെ റേഞ്ച്. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഈ പടത്തിൽ തന്നെ കാണാം ഒമേഗ ലെസ് ദാൻ π/4, അതായത് π/4 0 to π/4 -π/4 മോഡുലസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയ്ക്ക് പോസിറ്റീവ് വാല്യൂവും വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. അതായത് +π/4 വരാം, -π/4 വരാം. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ -π/4 തൊട്ട് +π/4 വരെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഈ പടം കാണിക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ -π/4 തൊട്ട് π/4 വരെ വാല്യൂ എന്താണ്? 0. കാരണം നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പോൾ ഒമേഗ x ആക്സിസിൽ വരും, y ആക്സിസിൽ HD of e raised to j omega. അപ്പൊ ഇവിടെ ഈ പടം അനുസരിച്ച് നമുക്ക് കൊടുത്തേക്കണത് 0 ഏതൊക്കെയാണ്? മോഡുലസ് ഓഫ് ഒമേഗ ലെസ് ദാൻ π/4 എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ -π/4നും ഒമേഗയുടെ വാല്യൂ +π/4ഉം ഈ റേഞ്ചിൽ വാല്യൂ എന്താണ്? 0. അപ്പൊ അതാണ് ആദ്യം കാണിച്ചേക്കണം. അടുത്ത പടം എന്ന് പറഞ്ഞാൽ π/4 to π, അത് +π/4 ആവാം, -π/4 ആവാം. ഇത് മോഡുലസ് ഓഫ് ഒമേഗ ഉണ്ട്. ഓക്കെ, അപ്പൊ π/4 ലെസ് ദാൻ ഒമേഗ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെയും -π/4 ഉണ്ട്, +π/4 ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് π to π/4. അപ്പൊ അതാ ഇവിടെ കാണിച്ചേക്കണം. ഒന്ന് π to π/4ഉം മോഡുലസ് ഓഫ് ഒമേഗ ആയതുകൊണ്ട് -π to -π/4. അപ്പൊ ഈ രണ്ട് റീജിയനിലും വാല്യൂ എത്രയാണെന്ന് കൊടുത്തേക്കണം? 1 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം ഈ പടം വരയ്ക്കുക. സോ നമുക്ക് ഈ ഫ്രീക്വൻസി റെസ്പോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പടമാണ് ഈ വരച്ചേക്കുന്നത്. അതായത് ഒമേഗയുടെ വാല്യൂ +π/4 to -π/4 വരെയുള്ള വാല്യൂല് വാല്യൂ എന്ന് പറയുന്നത് HD of e raised to j omega 0യും π to π/4, അതായത് -π to π/4 -π/4 ഉണ്ട്, +π to π/4 ആണ്. അതാണ് ഈ റീജിയൻ. ഒരു റീജിയൻ എന്ന് പറയുന്നത് +π to π/4 to πയും അടുത്തത് -π to -π/4. ഈ രണ്ട് റീജിയനിലെ വാല്യൂ എന്താണെന്നാണ്? 1 ആണ്. സോ ഇതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഇതില് ഈ കണ്ടീഷൻ വെച്ച് അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ HD of e raised to j omega equal to 1 എന്നാണ്. 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മളിവിടെ എല്ലാം കൺസിഡർ ചെയ്യുന്നത് ലീനിയർ ഫേസ് FIR ഫിൽറ്റർ ആണ്. ലീനിയർ ഫേസ് FIR ഫിൽറ്ററിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് HD of e raised to j omega equal to C into e raised to -j alpha omega. ഇതാണ് തുടക്കം തൊട്ട് നമ്മൾ പറയുന്നത്. ഒരു ലീനിയർ ഫേസ് FIR ഫിൽറ്ററിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് C into e raised to -j alpha omega ആണ്. ഇവിടെ ഈ C into e raised to -j alpha omega ആണ് ഇവിടെ 1 എന്ന് പറഞ്ഞേക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ സിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേസിന്റെ വാല്യൂ എന്തെന്ന് അതിന്റെ അർത്ഥം? ഫേസ് എന്ന് പറയുന്നതല്ലേ ആൽഫ വരുന്നത്. ഫേസ് എന്തായി മാറുകയാണ്? 0 ആവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തില് 3-4 കേസുകൾ പഠിച്ചു. അതായത് FIR ഫിൽറ്ററിന്റെ സിമെട്രിക് എന്നുള്ള ഫേസ് അറ്റ് സിമെട്രിസിറ്റി അറ്റ് n-1/2 പഠിച്ചു, അറ്റ് സിമെട്രിസിറ്റി അറ്റ് n equal to 0. അപ്പൊ ഇവിടെ ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ സിമെട്രിസിറ്റി വരുന്നത്, ഇമ്പൾസ് റെസ്പോണ്ടിന്റെ സിമെട്രിസിറ്റി വരുന്നത് n equal to 0യിലാണ്. ആ കേസിൽ ഇമ്പൾസ് റെസ്പോണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് h of n equal to h of -n ആണ്. സാധാരണ കേസിൽ ഒരു സിമെട്രിക് ഫിൽറ്റർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതാണ്. h of n equal to h of, ഇതെല്ലാം ആദ്യം തൊട്ടേ ഉള്ള ഈ മൊഡ്യൂളിന്റെ വീഡിയോയിലുള്ളതാണ്, h of n-1 - n. ഇതാണ് മെയിൻ ആയിട്ട് ഒരു സിമെട്രിക് ഫിൽറ്ററിന്റെ കണ്ടീഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു 0 to 9 വരെ എടുക്കുവാണെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പോൾ 9 സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 ഒരു വാല്യൂ ആയിരിക്കും, അടുത്ത 4 എന്ന് പറയുന്നത് സെയിം. അതാണ് ഇതിന്റെ മീനിങ്. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. ഇതാണ് ഒരു സിമെട്രിക്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് വെൻ ദ സിമെട്രിസിറ്റി, അതായത് അവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു എൻ മൈനസ് 1/2. നമുക്കൊരു ഫേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനകത്ത് നമുക്കിവിടെ കോൺസ്റ്റന്റ് മാത്രമല്ല ഒരു ഫേസ് വാല്യൂവും കൂടെ ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ആൽഫ ഇല്ല. ആൽഫ ഇല്ല എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 0 ആണ്. ആൽഫ 0 ആണെങ്കിൽ അന്നേരം ഉള്ള സിമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ ആണ് മെയിൻലി പ്രോബ്ലത്തിൽ വരുന്നത്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ ക്വസ്റ്റ്യനകത്ത് ഈ കോൺസ്റ്റന്റ് അല്ലാതെ ഒരു ഫേസ് വാല്യൂവും കൂടെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ ആണ്. ഇനി അതേസമയം ക്വസ്റ്റ്യനകത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമേ ഉള്ളൂ, അതായത് ആൽഫയുടെ വാല്യൂ 0 ആണ്. ആൽഫയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ എടുക്കണം, ദാറ്റ് ഇസ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനകത്ത് കോൺസ്റ്റന്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ഈ കേസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്, ദാറ്റ് ഇസ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. ഈ ഇക്വേഷൻ എടുക്കുന്നത് എപ്പോഴാണോ ക്വസ്റ്റ്യനകത്ത് കോൺസ്റ്റന്റ് മാത്രമല്ല ആൽഫയുടെ വാല്യൂവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൽഫയുടെ വാല്യൂവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കണം, എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. ഇവിടെ ആൽഫയുടെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നെഗറ്റീവ് വാല്യൂസും. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി സിമെട്രിസിറ്റി n ഈക്വൽ ടു 0 കണ്ടീഷൻ വെച്ചാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഈ പടം വരച്ചു. പടം വരച്ചിട്ട് ഏത് സിമെട്രിക് കണ്ടീഷനാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി. അതിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വരച്ചു, അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചു. ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എച്ച് ഡി ഓഫ് എൻ കാണണം. അതായത് ഗിവൺ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയിൽ നിന്ന് എച്ച് ഡി ഓഫ് എൻ കാണണം. അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എച്ച് ഡി ഓഫ് എൻ കാണാം. എച്ച് ഡി ഓഫ് എൻ കാണാൻ വേണ്ടിയുള്ള ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ആണിത്. ദാറ്റ് ഇസ് 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡി ഒമേഗ. ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണ് കൊടുത്തേക്കണേ. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഡി ഓഫ് എൻ കാണണം. അപ്പൊ എച്ച് ഡി ഓഫ് എൻ കാണാനുള്ള ഇക്വേഷൻ 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡി ഒമേഗ. ഇനി ഇവിടെ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എത്ര കൊടുത്താണ്? 1 ആണ്. 1 ഏത് റേഞ്ചിലാണ്? മൈനസ് പൈ ടു π/4 ഉണ്ട്, π/4 ടു പൈ. ബാക്കിയുള്ള വാല്യൂസിലെല്ലാം എന്താണ്? 0 ആണ്. ഇപ്പൊ നമ്മുടെ ലിമിറ്റ് നമ്മൾ മാറ്റുന്നു, ദാറ്റ് ഇസ് 1/2π മൈനസ് പൈ ടു π/4 എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയ്ക്ക് പകരം 1 എന്ന് കൊടുക്കും. ദാറ്റ് ഇസ് 1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡി ഒമേഗ പ്ലസ് 1/2π ഇന്റഗ്രൽ π/4 ടു പൈ ഇ റേസ് ടു, ഇവിടെയും 1 ആയതുകൊണ്ട് π/4 ടു പൈയിലെ റേഞ്ചിലും എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡി ഒമേഗ. ഇനി സാധാരണ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇ റേസ് ടു ജെ ഒമേഗന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡിവൈഡഡ് ബൈ ജെ എൻ. പിന്നെ ലിമിറ്റ് എന്താണ്? മൈനസ് പൈ ടു മൈനസ് π/4. ഇവിടെ 1/2π ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡിവൈഡഡ് ബൈ ജെ എൻ വരും. ലിമിറ്റ് π/4 ടു പൈ. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2π ഇ റേസ് ടു മൈനസ് ജെ π/4 എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ പൈ എൻ, കാരണം ഈ ലിമിറ്റ് കൊടുക്കുകയാണ്, മൈനസ് π/4 മൈനസ് പൈ divided by jn plus 1/2π e raised to j pi n minus e raised to j π/4 minus jn. അത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോവർ നമുക്കറിയാലോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് jn ഉള്ളതുകൊണ്ട് അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ട് ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തു. എന്നിട്ട് 1/2π പുറത്തെടുത്തു. അപ്പോൾ 1/2π പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? ഈ മൈനസ്, അതായത് ഇത് ഗ്രൂപ്പ് ഇ റേസ് ടു ജെ π/4 ഉള്ളതെല്ലാം ഒരുമിച്ചാക്കി, ഇ റേസ് ടു ജെ പൈ എൻ ഉള്ളതെല്ലാം ഒരുമിച്ചാക്കി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സൈൻ തീറ്റയുടെ ഫോമിലാക്കണം. അതായത് ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ആ ഫോമിലേക്ക് ആക്കണം. ദാറ്റ് ഇസ്
we have to convert ഈ ടേമിനെ ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ആ ഫോമിലാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കും. അപ്പം നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ -1/2πjn ഇൻറ്റു ഇ റേസ് ടു ജെ π/4 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ, കാരണം ഈ ജെനും കൂടെ പുറത്തെടുത്താണ്. അപ്പം മൈനസ് ഇ റേസ് ടു മൈനസ് ജെ π/4 മൈനസ് ഓഫ് ഇ റേസ് ടു ജെ πn, അതായത് ഈ ഫോമിലാക്കി ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം, വെറുതെ കോപ്പി അടിക്കരുത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതണം? 2j സൈൻ തീറ്റ. ഇവിടെ തീറ്റ ഏതാണ്? π/4. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതി? 2j സൈൻ π/4n മൈനസ്, ഇനി ഇതിന് പകരം ഞാൻ എന്ത് എഴുതി? 2j സൈൻ πn എഴുതി. ദാറ്റ് ഡിവൈഡഡ് ബൈ 1/2πj. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. സൈൻ πn മൈനസ് ഈ നെഗറ്റീവ് ഇങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? hd(n) ഈക്വൽ ടു സൈൻ πn മൈനസ് സൈൻ π/4n ഡിവൈഡഡ് ബൈ πn. ഇത്രയും മനസ്സിലായോ? ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സ്റ്റെപ്പ് 2 എന്താണ്? hd(n) കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. hd(n) കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് hd(n) ഈക്വൽ ടു സൈൻ πn മൈനസ് സൈൻ π/4n ഡിവൈഡഡ് ബൈ πn ഫോർ ഓൾ n എക്സെപ്റ്റ് n ഈക്വൽ ടു 0. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ n-ന് 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? സംതിങ് ഡിവൈഡഡ് ബൈ 0. സംതിങ് ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? ഇൻഫിനിറ്റി. 0/0 അല്ലെങ്കിൽ ബൈ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരൊറ്റ കേസിൽ നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. അതായത് അവിടെ അല്ലെങ്കിൽ ആ രീതിയിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾസിന് വരെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ പോവാണ്. അപ്പൊ അതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ n ഈക്വൽ ടു 0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു 0 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് സൈൻ πn ഡിവൈഡഡ് ബൈ πn മൈനസ് ലിമിറ്റ് n ടെൻസ് ടു 0 സൈൻ π/4 ഡിവൈഡഡ് ബൈ πn. നമുക്കറിയാവുന്ന ഇക്വേഷൻ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ ഓഫ് എ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ എ ആണ്. അതായത് എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ്, എ കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ. ഇവിടെ തീറ്റ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? n. അപ്പൊ ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് എന്താ? എ. ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ രൂപത്തിലാക്കണം. ഈ രൂപത്തിലാക്കണമെങ്കിൽ എന്താക്കണം? ഇവിടെ എന്താണ്? അപ്പൊ ഇതിനകത്ത് പൈ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ആ പൈ ഞാൻ പുറത്തെടുക്കുമ്പോൾ എന്തൊരു? ലിമിറ്റ് n ടെൻസ് ടു 0 സൈൻ πn ബൈ n. ഇത് ഏത് ഫോമിലായി? സൈൻ എ തീറ്റ ബൈ തീറ്റ. ഇവിടെ തീറ്റയുടെ ഭാഗത്ത് എന്താണ്? എന്നും എയുടെ പൊസിഷനിൽ എന്താണ്? പൈ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടേണ്ടത്? എ. എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? പൈ കിട്ടി. സോ ദാറ്റ് ഇസ് 1/π ഇൻറ്റു പൈ മൈനസ് ഇവിടെയും പൈ കോമൺ ഉള്ളത് പുറത്തെടുത്തു. ദാറ്റ് ഇസ് 1/π ലിമിറ്റ് n ടെൻസ് ടു 0 സൈൻ π/4n ഡിവൈഡഡ് ബൈ n. ഇത് ആ ഫോമിലായി സൈൻ എ തീറ്റ ഡിവൈഡ് ബൈ തീറ്റ. അതിൽ തീറ്റ എന്ന് പറയുന്നത് എന്നും എ എന്ന് പറയുന്നത് π/4 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ കിട്ടണം. എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? π/4. അപ്പൊ അതും എന്ത് വരും? 1/π ഇൻറ്റു π/4 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. സോ ദാറ്റ് ഇസ് 1 മൈനസ് 1/4 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 3/4. അപ്പൊ ഈ ഒരു കേസിൽ n ഈക്വൽ ടു 0യിൽ മാത്രം നമുക്ക് ആൻസർ എന്ത് കിട്ടി? hd(0) ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 3/4 കിട്ടി. മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞത്? മാത്രം n ഈക്വൽ ടു 0 മാത്രമാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. കാരണം അത് ഇൻഫിനിറ്റി ആയി പോകുന്നതുകൊണ്ട് അത് മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണ എന്താണ്? റെക്ടാങ്കുലർ വിൻഡോ. ഈ റെക്ടാങ്കുലർ വിൻഡോയിൽ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് -n-1/2 ടു +n-1/2. കാരണം എന്തുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് n എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കണ കണ്ടീഷൻ എന്താണ്? h(n) ഈക്വൽ ടു h(-n). h(n) ഈക്വൽ ടു h(-n) എന്നാണ് എടുത്തേക്കണേ. എന്ന് പറഞ്ഞാൽ n-ന് നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു പടം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നെഗറ്റീവ് വാല്യൂസ്, ഇവിടെ ആയിരിക്കും പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു h(n) ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന റെക്ടാങ്കുലർ വിൻഡോയും ഇതുപോലെ നെഗറ്റീവും പോസിറ്റീവും ഉള്ള റെക്ടാങ്കുലർ വിൻഡോ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിൽറ്റർ ഡിസൈനിൽ ഈ hd(n)നെ ഈ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് h(n) കാണേണ്ടത്. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് വരച്ചു, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ hd(n)ന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to multiply hd(n) with rectangular window to make it a finite impulse.
ഇപ്പൊ കിട്ടിയത് ഇൻഫിനിറ്റ്, അതിനെ ഫൈനൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ റെക്ടാംഗുലർ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഇതാണ്. സോ ദിസ് ഇസ് ദ സ്റ്റെപ്പ് ടി. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എൻ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് എൻ. എച്ച് ഡി ഓഫ് എൻ ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അതിന്റെ കൂടെ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഡബ്ല്യു ആർ ഓഫ് എൻ. എന്തുകൊണ്ടാണ് ഡബ്ല്യു ആർ ഓഫ് എൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് റെക്ടാംഗുലർ വിൻഡോ കാണാൻ. ഇനി റെക്ടാംഗുലർ വിൻഡോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആർ ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ മൈനസ് എൻ മൈനസ് 1/2 ടു എൻ മൈനസ് 1/2. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്? ഹിയർ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. സോ എൻ മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും. സോ ദാറ്റ് ബിക്കംസ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായി മാറി? നമ്മുടെ ഇക്വേഷൻ മാറി 1 ഫോർ മൈനസ് 5 to 5 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ഏത് റേഞ്ചാണ് എടുക്കേണ്ടത്? -5 തൊട്ട് 5. ഇതാണ് ഫൈനൈറ്റ് ലെങ്ത് ആയി മാറി. അതായത് റെക്ടാംഗുലർ വിൻഡോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത് എന്ന് പറയുന്നത് -5 to 5 ആയി മാറി. എന്തോ ചോദിച്ചോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ എച്ച് ഡി ഓഫ് എന്നിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഈ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായി മാറി? -5 to 5 ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. അപ്പൊ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ശരിക്കും 0 തൊട്ട് 5 വരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും പിന്നെ -1നും -2നും -3ക്കും -4നും -5നും. അതായത് മൊത്തം 11 വാല്യൂസ് കാണുന്നതിന് പകരം ആദ്യത്തെ 5 എണ്ണം കണ്ടുപിടിച്ച് അത് തന്നെയായിരിക്കും തൊട്ട് നെഗറ്റീവ് വാല്യൂസ്. അതാണ് ഇതിന്റെ മീനിങ്. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. അതിപ്പോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് എൻ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുവരണം? എൻ ഈക്വൽ ടു 0. എൻ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? എച്ച് ഓഫ് 0 ഈക്വൽ ടു എച്ച് ഡി ഓഫ് 0 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 0. എച്ച് ഡി ഓഫ് 0 ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 3/4 അല്ലേ? അപ്പൊ അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എച്ച് ഡി ഓഫ് 0 എന്ന് പറയുന്നത് 3/4ഉം ഡബ്ല്യു ആർ ഓഫ് 0 എന്താണ്? 1 ആണ്. റെക്ടാംഗുലർ വിൻഡോയുടെ വാല്യൂ 1 ആണെന്നറിയാം. അപ്പൊ നമുക്ക് എച്ച് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായി മാറി? 3/4 ആണെന്ന് കിട്ടി. ഇനി അടുത്ത എന്താ? എച്ച് ഓഫ് 1. എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എച്ച് ഡി ഓഫ് 1 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 1. ഇവിടെ നമുക്ക് ഡബ്ല്യു ആർ ഓഫ് 1 ഓൾറെഡി 1 ആയതുകൊണ്ട് എളുപ്പമായി. പക്ഷേ ക്വസ്റ്റ്യൻ ഇതിപ്പോ ഞാൻ ചെയ്യുന്ന പ്രോബ്ലം റെക്ടാംഗുലർ വിൻഡോ ആണ്. ഇനി ഇത് കൂടാതെ 2 വിൻഡോസ് ഉണ്ട്. അതാണ് അടുത്ത ദിവസം ചെയ്യുന്നത്. അന്നേരം ഇവിടെ മാത്രം ഒരു ചേഞ്ച് വരും. അത്രേ ഉള്ളൂ. ബാക്കി മെത്തേഡ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഡബ്ല്യു ആർ ഓഫ് 1 എന്ന് പറഞ്ഞ വാല്യൂ റെക്ടാംഗുലർ വിൻഡോയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, എച്ച് ഡി ഓഫ് എന്നിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇല്ലേ? എച്ച് ഡി ഓഫ് എന്നിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? sin πn മൈനസ് sin π/4n ഡിവൈഡഡ് ബൈ πn. അതിനകത്തോട്ടാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ ഇക്വേഷൻ. ദാറ്റ് ഇസ് എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു sin πn മൈനസ് sin π/4n ഡിവൈഡഡ് ബൈ n π. അതിൽ അടുത്ത വാല്യൂ എന്ത് കൊടുക്കണം? എന്നിന് 1 ഇട്ട് കൊടുക്കുക. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ sin π ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ sin π മൈനസ് sin π/4 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ മൈനസ് sin π/4 ഡിവൈഡഡ് ബൈ π ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ π. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും ഡിഗ്രിയിലിട്ട് ചെയ്യരുത്. കാൽക്കുലേറ്ററിൽ എപ്പോഴും റേഡിയൻ മോഡിലിട്ട് വേണം ചെയ്യാൻ. അതാണ് ഓർത്തിരിക്കേണ്ടത്. അത് മറന്നു പോരുത്. അങ്ങനെയാണ് ആൻസർ മുഴുവൻ തെറ്റും. ഞാൻ അതുകൊണ്ടാണ് ഒരു വാല്യൂ മാത്രം എന്താണ് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുമ്പം ഈ sin പൈയും sin π/4ഉം റേഡിയൻ മോഡിലിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും ഡിഗ്രി മോഡിലിട്ട് ചെയ്യരുത്. റേഡിയൻ മോഡിലിട്ട് മാത്രമേ ഈ കാൽക്കുലേഷൻ ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുമ്പം sin π റേഡിയനിൽ ഇടുമ്പോൾ 0 തന്നെ വരും. മൈനസ് sin π/4ന്റെ വാല്യൂം റേഡിയനിൽ ഇടുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ π. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. അതായത് -0.225. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എച്ച് ഓഫ് 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -0.225. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. എച്ച് ഓഫ് 1ന്റെ വാല്യൂ ഇതാണെങ്കിൽ എച്ച് ഓഫ് -1ന്റെ വാല്യൂ എന്തായിരിക്കും? -0.225. ഇനി അടുത്തത് എന്നിന് 2 ഇട്ട് കൊടുക്കുക. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? sin 2π മൈനസ് sin π/4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2π. ഇതും കാൽക്കുലേറ്ററിൽ റേഡിയൻ മോഡിലിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇത് കിട്ടണം. ഇത് വെറുതെ ഞാൻ സൊല്യൂഷൻ നോക്കുമ്പം ഇങ്ങനെ മാത്രം എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാൻ റിട്ടേൺ അടിക്കും. നിങ്ങൾ ഇതിന്റെ ആൻസർ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഇട്ട് കാണിക്കണം.
ഞാനത് ഇടാത്ത നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. ഫൈനൽ ആൻസർ ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓരോന്ന് റേഡിയനിൽ ഇടുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ ഇതിട്ട ആൻസർ തന്നെ വേണം നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എഴുതി കാണിക്കാൻ. അല്ലാതെ ഇത് വെറുതെ കോപ്പി അടിച്ച് എഴുതി വെക്കരുത്. അപ്പം h of 2 ഈക്വൽ ടു h of -2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും -0.154. അടുത്തത് h of 3 എന്ന് പറയുന്നത് sin 3π മൈനസ് ഇവിടെ ഇതുപോലെ 3 ഇട്ട് കൊടുക്കാം. അന്നേരം നമുക്ക് ആൻസർ -0.075 കിട്ടി. സോ ദാറ്റ് ഇസ് h of 3 ഈക്വൽ ടു എന്താണ് h of -3. എവിടെ വരെ കണ്ടുപിടിക്കണം? നമ്മുടെ ലിമിറ്റ് എവിടെയാണ്? -5 to 5 ആണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ചു? 0 കണ്ടുപിടിച്ചു, 1 കണ്ടുപിടിച്ചു, 2 കണ്ടുപിടിച്ചു, 3 കണ്ടുപിടിച്ചു. ഇനി അടുത്ത് 4ഉം 5ഉം കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഇസ് h of 4 എന്ന് പറയുന്നത് sin 4π മൈനസ് 4 into π/4 ഡിവൈഡ് ബൈ 4π എന്ന് പറയുമ്പോൾ 0 വരും. അടുത്തത് h of 5 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് 5 വാല്യൂസും കിട്ടി. 5 വാല്യൂസും കിട്ടി. അത് തന്നെയാണ് h of മൈനസ്. അങ്ങനെ ഇപ്പൊ മൊത്തം എത്ര വാല്യൂസ് കിട്ടി? 11 വാല്യൂസ്. 11 വാല്യൂസിൽ ഒരു 6 എണ്ണം ആണെങ്കിൽ ബാക്കി 5 എണ്ണം സെയിം ആണ്. h of 0 മാത്രമേ വേറെ ആയിട്ട് നിൽക്കുന്നുള്ളൂ. h of 1 തന്നെയാണ് h of -1, h of 2 തന്നെയാണ് h of -2, h of 3 തന്നെയാണ് h of -3, h of 4 തന്നെയാണ് h of -4, h of 5 തന്നെയാണ് h of -5. ഇത്രയും മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ്. അപ്പൊ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. എന്നിന് നെഗറ്റീവ് വാല്യൂസ് മനസ്സിലായോ? പക്ഷെ നമുക്ക് ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് വെച്ചേ പറ്റുള്ളൂ. അതായത് എന്നിന്റെ വാല്യൂ എല്ലാം എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യാം. പ്രാക്ടിക്കലി നമുക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ എന്നിന്റെ വാല്യൂസ് എല്ലാം എന്താവണം? പോസിറ്റീവ് ആക്കണം. അപ്പൊ അതായത് ശരിക്കും ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തേക്കണ അനുസരിച്ച് നമ്മുടെ വാല്യൂ 0 ഉണ്ട്. എവിടെ തൊട്ട് വരെ ഉണ്ട്? h of n-ന്റെ വാല്യൂ -5 തൊട്ട് 5 വരെ ഉണ്ട്. ഓക്കെ, നമ്മുടെ 5 അതായത് -5 തൊട്ട് 5 വരെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് -5 തൊട്ട് 5 വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫിൽറ്റർ, അതായത് h of n ഇപ്പൊ നമ്മൾ കുറെ വാല്യൂസ് കണ്ടുപിടിച്ചതിൽ h of n-ന്റെ വാല്യൂ -5 to 5. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ട എന്താണ്? h of z. h of z കാണണമെങ്കിൽ ചോദിച്ചോ. അതായത് നമ്മളിപ്പോ ഇവിടെ ഇത് നമുക്ക് നോൺ കോസൽ സിസ്റ്റം ആണ്. അപ്പൊ ഇതിനെ കോസലാക്കി മാറ്റണം. കോസലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്നിന് പോസിറ്റീവ് വാല്യൂസ് മുഴുവനാക്കുക. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രയും ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇത്രയും നെഗറ്റീവ് വാല്യൂസിനെ മുഴുവൻ ഇങ്ങോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ലെങ്ത് എത്ര വരെ ആവും? 0 to 10 വരെ ആവും. 0 to 10 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര സാമ്പിൾസ് ആവും? 11 സാമ്പിൾസ് ആവില്ല. അപ്പൊ ആ ഒരു ഷിഫ്റ്റിംഗ് കാണിക്കാൻ വേണ്ടി, അതായത് ഇൻ എഫക്റ്റ് പറഞ്ഞാൽ ഇതൊരു നോൺ കോസൽ സിസ്റ്റം ആണ്. ഈ നോൺ കോസൽ സിസ്റ്റം വെച്ച് നമുക്ക് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. വാല്യൂസ് എല്ലാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? പോസിറ്റീവ് വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. അതായത് കോസൽ സിസ്റ്റത്തിന്റെ വേണം h of z കാണാൻ. അതിന് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് z raised to minus of n minus 1/2 sigma n equal to minus of n minus 1/2 to n minus 1/2 h of n z raised to minus n. ഈ പറയുന്ന സ്റ്റെപ്പ് എല്ലാ ക്വസ്റ്റ്യനും സെയിം ആണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെയിം ആണ്. ആകെ വ്യത്യാസം വരുന്ന ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ n minus 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 5. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? h of z is equal to z raised to -5 into sigma n equal to -5 to 5 h of n z raised to -n. ഇനി h of n എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ n-ന്റെ വാല്യൂ എവിടെ തൊട്ട് വരും? അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ ദാറ്റ് ബിക്കംസ് z raised to -5 h of -5 into z raised to 5 plus h of -4 into z raised to 4 plus h of -3 into z raised to 3 plus h of -2 into z raised to 2 plus h of എന്തുകൊണ്ടാണ്? കാരണം മൈനസ് ഓഫ് മൈനസ് അല്ലേ വരുന്നത്, അപ്പൊ പ്ലസ് ആവും. h of -1 into z raised to മൈനസ് ഓഫ് മൈനസ് കൊടുക്കുക z raised to +1 വരും. പ്ലസ് h of 0 plus h of 1 into z raised to -1 പ്ലസ് h of 2 into z raised to -2 പ്ലസ് h of 3 അങ്ങനെ h of 5 വരെ എഴുതി. അതായത് ഈ ഇതിനകത്ത് n-ന് -5 to 5 കൊടുത്തിട്ട് ഈ സിഗ്മ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ z raised to -5 ഇതിലേക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h of -5 into -5 into +5 എന്ന് പറയുമ്പോൾ എന്താ? ഇത് രണ്ടും കൂടെ 0 ആയി പോകത്തില്ല. അപ്പൊ എന്ത് കിട്ടും? z raised to 0. അടുത്തെന്താ? -5 + 4 അപ്പൊ എന്ത് വരും? -1. അടുത്തെന്താ? -5 into +3 അപ്പൊ എന്ത് വരും? -2. അപ്പൊ -5 into +2 അപ്പൊ എന്ത് വരും? -3. അടുത്ത് -5 into 1 എന്ന് പറയുമ്പോൾ -4. പിന്നെ
ഇതെന്ത് വരും? സീറോയുടെ കൂടെ ഇവിടെ വരുമ്പോൾ -5 വരും. ഇനി ഇവിടെ -5യുടെ കൂടെ -1 ചെയ്യുമ്പോൾ -6. അങ്ങനെ പോയി നോക്കി ലാസ്റ്റ് വരുന്ന പവർ എത്രയാണ്? z⁻10. അപ്പൊ നോക്കി നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടി? ഇസഡിന്റെ വാല്യൂ 0 തൊട്ട് എന്നിന്റെ വാല്യൂ മുഴുവൻ പോസിറ്റീവ് ആയില്ലേ? കാരണം എന്താ? z⁻n എന്നല്ലേ? അപ്പൊ എന്നിന്റെ വാല്യൂ ഇവിടെ എല്ലാം എന്താണ്? പോസിറ്റീവ് വാല്യൂ ഓഫ് n ആയി. മനസ്സിലായോ? z⁻- ആണ് ഈ മൈനസ് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂസ് എല്ലാം എന്തായി? പോസിറ്റീവ് ആയി. നോക്കിയേ, ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു കോസൽ ഫിൽട്ടർ ആയി മാറി വിത്ത് എന്നിന്റെ വാല്യൂസ് എല്ലാം പോസിറ്റീവ്സ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പം പക്ഷെ അതിനകത്ത് എന്നിന്റെ വാല്യൂ നോക്കിയാൽ എന്താണ്? പോസിറ്റീവ്. അപ്പൊ എന്ത് കിട്ടി? നമ്മള് ഇവിടെ നിന്നുള്ള, അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ -5 to 5 എന്നുള്ളത് നമ്മൾ എങ്ങോട്ടാക്കി മാറ്റി? 0 to 10 ആക്കി മാറ്റി. അതാണ് ഈ കാണിച്ചേക്കണേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? h(-) -4 -3. ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഇതാണ് h(z)ന്റെ ഇക്വേഷൻ. സോ അത് അത്ര എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പൊസിഷനിൽ നോക്കി ഇതൂടെ എഴുതി വെക്കണം ഫൈനൽ റിസൾട്ട് ആയിട്ട്. അപ്പൊ ഇതിൽ നിന്ന് നോക്കുമ്പോൾ z0യുടെ വാല്യൂ അല്ലേ h(0). അപ്പൊ h(0) എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.045. ഇനി h(1) എന്നിന് 1 കൊടുക്കുമ്പോൾ വാല്യൂ എന്താണ്? 0. h(2)ന്റെ വാല്യൂ ഏതാണ്? -0.075. ഇനി h(3)യുടെ വാല്യൂ എന്താണ്? -0.159. അടുത്ത എന്താ? h(4). അങ്ങനെ ലാസ്റ്റ് എവിടം വരെ എഴുതണം? h(10) വരെ എഴുതണം. നോക്കി കണ്ടോ? ഇത്ര എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയാണ് യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ചോദിക്കുന്നത്. ഇനി എങ്ങാനും മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും കൂടെ ചോദിച്ചാൽ, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ K2 മുമ്പുള്ള ബാച്ചുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ കാണാൻ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അതും കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റെപ്പ്. അതിൽ ഇത്രയേ ഉള്ളൂ. h(e⁻ j⁻) h(0) + σn = 1 to 5 2h(n cos ω)n. ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് 3/4 + 2 × h(1) ക്വസ്റ്റ്യനിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, h(2) കണ്ടുപിടിച്ചു, h(3) കൊടുത്തു, h(4) h(5). ഇത്രയും നിങ്ങൾ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അല്ലാതെ ഇനി ഇത് കണ്ടുപിടിക്കാനൊന്നും പോകണം, അതിനുള്ള സമയവും കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കൊടുത്ത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് വെക്കുക. അപ്പൊ അത്രയും അതിനങ്ങനെ മാർക്ക് കുറയ്ക്കത്തൊന്നുമില്ല. മാക്സിമം ഇതുവരെ K2 ചോദിച്ചേക്കണ h(z) കാണാനാണ്. അപ്പൊ ഇതാണ് FAR ഹൈ പാസ് ഫിൽറ്ററിന്റെ ഡിസൈൻ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി വരുന്നത് 4 സ്റ്റെപ്പുകളാണ്. അതായത് 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് നമ്മൾ ഈ പടം വരയ്ക്കും. ഈ പടം വരച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ ആൽഫയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കും. ഏത് ഇക്വേഷൻ എടുക്കും? h(n) = h(-n). അതാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ h(d)(n) കാണാം. h(d)(n) കാണാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കാണാം. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടു കഴിയുമ്പോൾ നമുക്ക് h(d)(n) കിട്ടും. ഇനി ഇതിനകത്ത് n = 0 മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. n = 0 മാത്രം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ് θ → 0 sin θ/a θ = a. അപ്പൊ ആ രൂപത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ n = 0 മാത്രം കണ്ടുപിടിക്കും. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റെക്ടാങ്കുലർ വിൻഡോ യൂസ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മുടെ ഫിൽറ്റർ എന്ന് പറയുന്നത് നോൺ കോസൽ h(d)(n) ആണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വിൻഡോയും എന്തായിരിക്കണം? നോൺ കോസൽ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കണം. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -n-1/2 to +n-1/2. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്ക് കാണേണ്ട അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ചോദിച്ചോ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് h(n)നെ h(d)(n) വെച്ചും w(r)(n) വെച്ചും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ n-1/2 ആയതുകൊണ്ട് -5 to 5 വരും. ഇവിടെ നമ്മൾ എടുക്കുന്ന സിമെട്രിക് കണ്ടീഷൻ h(n) = h(-n) ആണ്. ആ രീതിയിൽ ഓരോ n-ന്റെ വാല്യൂ 0, 1, 2, 3, 4, 5 വരെ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി സെയിം ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ h(0), h(1), h(2) എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് നോൺ കോസൽ ആണ്. അപ്പൊ അതിനെ കോസൽ ആക്കി മാറ്റാൻ വേണ്ടി, അതായത് പോസിറ്റീവ് വാല്യൂസ് ഓഫ് n ഒത്താക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ z⁻n-1/2 sigma n = -1/2 to -1/2 to +n-1/2 h(n) z⁻n. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ആ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം അവസാനം എല്ലാം n-ന്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂസ് ആയി. എന്നിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ h(z) ആയി. ഫൈനൽ ആൻസർ ആയിട്ട് ആ ഓരോ z-ന്റെയും കോഎഫിഷ്യന്റ് വാല്യൂ എടുത്ത് എഴുതുക.
ഇസഡ് റേസ് ടു 0 എന്ന് പറയുന്നതായിരിക്കും എച്ച് ഓഫ് 0. ഇസഡ് റേസ് ടു -1ന്റെ കോഎഫിഷ്യന്റ് ആണ് എച്ച് ഓഫ് 1. ഇസഡ് റേസ് ടു -2ന്റെ കോഎഫിഷ്യന്റ് ആണ് എച്ച് ഓഫ് 2. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും എഴുതി കഴിയുമ്പോഴത്തേനെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ സൊല്യൂഷൻ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക. അവസാനം ലാസ്റ്റ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ചെയ്ത പ്രോബ്ലവും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ ലോ പാസ് ഫിൽറ്ററും എഴുതി നാളത്തെ ക്ലാസ്സിന് മുമ്പ് എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം.